ഇത് നമ്മുടെ നെയിലിൻ്റെ പുതിയ മണിക്കുട്ടിയാണ് കേട്ടോ. നമ്മൾ പുയ്യാപ്പളുടെ ഹാപ്പി ബർത്ത്ഡേ നിട്ടെന്നല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ബിരിയാണിയും പായസമൊക്കെ. 12 മണിക്ക് വിഷ് ചെയ്യാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ എന്ത് കാട്ടി, എൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടപ്രഥമ പായസം ഉണ്ടാക്കി. അടല്ലാത്ത അടപ്രായസമായിരുന്നു. എങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പം കാണിച്ചിരുന്നു. ഇവിടെ ചിക്കൻ മസാല ആക്കിയതും മല്ലിയും ബിരിയാണിക്കുള്ള ചെമ്പും അടുപ്പത്ത് വെച്ചേക്കണം. എന്നത്തെയും പോലെ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കി. എന്നും നിങ്ങൾക്ക് ബിരിയാണി കാണിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ മട്ടിക്കണുണ്ടാവും. അതുകൊണ്ട് ഞാൻ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കണം. പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ മക്രോണിനെ മിക്സിയിലിട്ട് എടുക്കരുതിട്ട് എന്ത് കാട്ടണം, നിങ്ങൾ എന്തെങ്കിലും കവറിലിട്ടിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് കുഞ്ഞുകുഞ്ഞിനെ ആ പൊടിയാക്കണം. ഇതിലുള്ള പൊടിയിലിട്ട് ഇതുക്കും വേണം, ഇതുക്കും കുഞ്ഞുകുഞ്ഞിനെ ആ പൊടിയാണ്. ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു. അവിടെ ബിരിയാണി നോക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ പാനും പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിക്കരുത് മക്കളെ. വെള്ളം ഒഴിച്ചപ്പോൾ ആകെ കൊള്ളായി, ആകെ ബ്രൗൺ കളർ ആവണ്ട. എൻ്റെ ബ്രൗൺ കളർ ആവാത്തപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബ് പിന്നീട് നോക്കിയപ്പോഴാണ് കണ്ടത് ബ്രൗൺ കളർ ആവണമെങ്കിൽ വെള്ളം ഒഴിക്കരുത്. ഞാൻ ഇളക്കി കൊയ്യുന്നതല്ലാതെ ഇത് കളർ മാറണം. പിന്നെ ഞാൻ എന്താക്കി പാലൊഴിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മറന്നു. പിന്നെ വളക്കലും കുറുക്കലും അങ്ങനെ കുനുകുനാ അളക്കണം. അറക്കോണി എടുത്തിട്ട് എന്താ കാട്ടിക്കണം, ഞാൻ തിളപ്പിച്ചിട്ട് നല്ല വേവിച്ചിട്ട് ഇട്ടാ. എന്നിട്ട് അത് വേവിച്ചിട്ട് അതിൻ്റെ മേൽക്കൂടി 2 വട്ടം വെള്ളം പറയണം. പിന്നെ ഞാൻ അതൊക്കെ പാടെ കൂട്ടിയിട്ട് നമ്മൾ മിൽക്ക് മേഡ് എടുത്തിട്ട് ചുറ്റി പറന്നു ഇട്ടാ. ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നു. ഇപ്പോൾ ഞാൻ മറന്നു. എൻ്റെ കയ്യിലിരിപ്പോണ്ടൊക്കെ തിളച്ച് കുത്തുമ്പോൾ എൻ്റെ മാപ്പിളിൻ്റെ സൈഡ് കൂടെ നോക്കിയായിട്ട് ചതച്ചിട്ടൊക്കെ ഇടുക. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ അതും പാടെ ഇട്ടാലും നല്ല പായസം സൂപ്പറാണ്. കാണാൻ നല്ല രസമില്ല, അതൊക്കെ സൂപ്പറാണ്. തണുപ്പിച്ച് കുറിച്ച് അതൊക്കെ നല്ല സൂപ്പറാണ്. നമ്മളാണ് ഒതുക്കി മയക്കി എടുത്തുകൊണ്ട് കുടിക്കണോ. പിന്നെ എന്നെടുക്കാൻ മറക്കും. പിന്നെ വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ബൈ.